കർണാടകയിൽ വിമതനായി മത്സരിക്കുന്ന മുതിർന്ന ബിജെപി നേതാവ് കെ.എസ്. ഈശ്വരപ്പ ഇന്ന് നാമനിർദ്ദേശ പത്രിക നൽകും. ശിവമൊഗ്ഗ മണ്ഡലത്തിൽ മുൻ മുഖ്യമന്ത്രി ബി.എസ്. യെദ്യൂരപ്പയുടെ മകനും സിറ്റിംഗ് എംപിയുമായ ബി.വൈ. രാഘവേന്ദ്രയ്ക്കെതിരെയാണ് ഈശ്വരപ്പയുടെ പോരാട്ടം. മകൻ കെ.ഇ. കാന്തേഷിന് സീറ്റ് നിഷേധിച്ചതോടെയാണ് വിമതനായി ഈശ്വരപ്പ മത്സരരംഗത്തിറങ്ങിയത്. ഇ ആർ രാകേഷ് ചേരുന്നു വിവരങ്ങളുമായി. രാകേഷ്, എത്രത്തോളം ഒരു ചലഞ്ച് മുന്നോട്ട് വെക്കാൻ കഴിയും ഈശ്വരപ്പയ്ക്ക്? എൽദോ, കെ.എസ്. ഈശ്വരപ്പ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് തൊട്ട് പിന്നാലെ അതൃപ്തനാണ്. കാരണം കെ.എസ്. ഈശ്വരപ്പയുടെ മകൻ കെ.ഇ. കാന്തേഷിന് ഹാവേരി സീറ്റ് പ്രതീക്ഷിച്ചിരുന്നു. ഈശ്വരപ്പ തന്നെ പറഞ്ഞിരുന്നത് യെദ്യൂരപ്പ അത്തരമൊരു വാഗ്ദാനം തനിക്ക് നൽകിയിരുന്നു എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അതുണ്ടായില്ല. ഹാവേരിയിൽ മുൻ മുഖ്യമന്ത്രി ബസവരാജ് ബൊമ്മയാണ് ബി.ജെ.പി. സ്ഥാനാർത്ഥിയാക്കിയത്. ഇതോടുകൂടിയാണ് കെ.എസ്. ഈശ്വരപ്പ ഇപ്പോൾ പാർട്ടിക്കെതിരെ മത്സരിക്കുന്നത്. അതായത് ശിവമൊഗ്ഗ മണ്ഡലത്തിലാണ് അദ്ദേഹം വിമതനായി മത്സരിക്കുന്നത്. അത് ബി.വൈ. രാഘവേന്ദ്രയുടെ സിറ്റിംഗ് സീറ്റാണ്. ബി.വൈ. രാഘവേന്ദ്ര ബി.എസ്. യെദ്യൂരപ്പയുടെ മൂത്ത മകനാണ്. അപ്പോൾ യെദ്യൂരപ്പയും മക്കളുമാണ് തന്റെ മകന് സീറ്റ് നിഷേധിച്ചെന്ന ആരോപണമാണ് ഈശ്വരപ്പ മുന്നോട്ട് വയ്ക്കുന്നത്. കാരണം നിലവിൽ സംസ്ഥാന അധ്യക്ഷനാണ് യെദ്യൂരപ്പയുടെ രണ്ടാമത്തെ മകൻ വിജയേന്ദ്ര. അപ്പോൾ വിജയേന്ദ്രയും ഒപ്പം തന്നെ യെദ്യൂരപ്പയും കൂടിയാണ് പാർട്ടിയെ നിയന്ത്രിക്കുന്നത്. കർണാടക ബി.ജെ.പി. ഇപ്പോഴും നിയന്ത്രിക്കുന്നെന്ന ആരോപണം ഈശ്വരപ്പ മുന്നോട്ട് വെക്കുന്നു. പലതരത്തിലുള്ള അന്വേഷണ ശ്രമങ്ങൾ നടന്നെങ്കിൽ പോലും ഈശ്വരപ്പ അതിന് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിരുന്നില്ല. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും സമാനമായ സംഭവം ഉണ്ടായി. അത് വീണ്ടും ആവർത്തിക്കപ്പെട്ടതാണ് ഈശ്വരപ്പയെ സംബന്ധിച്ചിടത്തോളം ഇത്തരമൊരു പരസ്യ പ്രതിഷേധത്തിന് രംഗത്തെത്തിയത്. കാരണം ശിവമൊഗ്ഗയിലെ എം.എൽ.എ. ആയിരുന്നു ഈശ്വരപ്പ. പിന്നീട് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു തൊട്ടു പിന്നാലെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് പിൻവാങ്ങുന്നു എന്ന് ഈശ്വരപ്പ പ്രഖ്യാപിക്കുന്നു. പക്ഷേ അപ്പോൾ പോലും മകന് ആ നിയമസഭാ സീറ്റിൽ മത്സരിക്കാൻ സീറ്റ് കിട്ടും എന്നൊരു പ്രതീക്ഷ ഈശ്വരപ്പയ്ക്കുണ്ടായിരുന്നു. പക്ഷേ പ്രഖ്യാപനം വന്നപ്പോൾ അവിടെ ഒരു ലിംഗായത്ത് നേതാവിനെയാണ് കഴിഞ്ഞ തവണ മത്സരിപ്പിച്ചത്. പിന്നീട് പ്രതിഷേധത്തിലായെങ്കിൽ പോലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ഫോണിൽ വിളിച്ചുകൊണ്ട് അന്വയം നടത്തുകയായിരുന്നു. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അത് ആവർത്തിക്കപ്പെട്ടതോടുകൂടിയാണ് ഈശ്വരപ്പ ഏതായാലും വീണ്ടും മത്സരരംഗത്തേക്ക് ഇറങ്ങുന്നത്. രാഘവേന്ദ്രയെ തോൽപ്പിക്കുക എന്ന ലക്ഷ്യം തന്നെയാണ് ഉള്ളത്. പക്ഷേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള നേതാക്കളെ പുകഴ്ത്തുകയും ചെയ്യുന്നുണ്ട് ഈശ്വരപ്പ. പ്രത്യേകിച്ച് മോദിയുടെ ഫോട്ടോ ഉപയോഗിച്ചായിരുന്നു ഈശ്വരപ്പയുടെ ക്യാമ്പയിൻ പോലും. ഇതിനെതിരെ കഴിഞ്ഞ ദിവസം ബി.ജെ.പി. പരാതി നൽകുകയും ഈശ്വരപ്പ വോട്ടർമാരെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമം നടത്തുകയാണെന്ന് ആരോപിക്കുകയും ചെയ്തിരുന്നു. ഏതായാലും പത്രികാ സമർപ്പണത്തിന് ഇനിയും പത്രിക പിൻവലിക്കാനുള്ള സമയം ഇനിയും ബാക്കിയുണ്ട്. കാരണം പത്രികാ സമർപ്പണത്തിനുള്ള സമയം അവസാനിച്ചിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിൽ ഈശ്വരപ്പയെ കേന്ദ്ര നേതൃത്വം ഇടപെട്ട് അന്വേഷിപ്പിക്കാനുള്ള നീക്കം നടത്താനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. എൽദോ, ശരി. ഇ ആർ രാകേഷാണ് വിവരങ്ങൾ നൽകിയത്. കർണാടകയിലെ തെരഞ്ഞെടുപ്പ് അപ്ഡേഷൻസ് വിവരങ്ങളാണ് രാകേഷ് നൽകിയത്. നമ്മൾ കൂടുതൽ വാർത്തകളിലേക്ക്